ഒരു ചെറുമഴയിൽ പോലും മാലിന്യപ്പുഴയായി മാറുകയാണ് കോഴിക്കോട് നഗരത്തിലെ മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ പരിസരം. വർഷങ്ങളായി തുടരുന്ന ദുരിതമായിട്ടും പ്രശ്നം പരിഹരിക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കുന്നത് നാട്ടുകാരെയും വ്യാപാരികളുടെയും ദുരിതത്തിലാക്കി. കാലവർഷം തുടങ്ങിയതേയുള്ളൂ. ഒറ്റ മഴയിൽ തന്നെ ഇതാണ് ഈ നഗരത്തിന്റെ അവസ്ഥ. എല്ലാ മഴക്കാലത്തെയും പോലെ ഇക്കുറിയും മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ പരിസരം മാലിന്യപ്പുഴയാണ്. മാനാഞ്ചിറ സ്ക്വയറിലേക്കും മിഠായി തെരുവിലേക്കുമുള്ള പ്രധാന വഴിയാണ് ഈ വെള്ളക്കെട്ട്. ഇതുവഴി വരുന്നവർക്കൊക്കെ ഇനി നീന്തി പോകാം. അവിടെ ബസ് പോകുന്ന സ്ഥലത്തൊക്കെ കോക്ടെയിൽ കോർണറിൻ്റെ സാമനെയൊക്കെ നല്ല ഭയങ്കര വെള്ളക്കെട്ടാണ്. അതും ഭയങ്കര കടൽത്തര പോകുന്ന ഏരിയ. വണ്ടി പോകുന്ന സമയത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിറച്ച് വെള്ളമാണ്. സ്ക്വയറിലൊക്കെ നിറച്ച് വെള്ളമാണ്. കംപ്ലീറ്റ് വെള്ളമാണ്. നടക്കാൻ പറ്റുന്നില്ല, തീരെ പറ്റില്ല. കാലൊക്കെ ചൊറിയൊക്കെ വരെ. ഈ വെള്ളക്കെട്ട് തൊട്ടടുത്തുള്ള വ്യാപാരികൾക്കുണ്ടാക്കുന്ന നഷ്ടങ്ങളും ചില്ലറയൊന്നുമല്ല. ആ വെള്ളക്കെട്ടിൻ്റെ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നു. കൗൺസിലറോട് മെയിൻ അധികാരികൾ പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഭയങ്കര ആൾക്കാർക്ക് കയറാനും പിന്നെ പ്രത്യേകിച്ച് ബസ്സിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളൂ. ഇത് കുറച്ച് ദിവസം 2 ദിവസം മുന്നേ. ഇതേമാതിരി ഇവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇനി ഒന്നും കൂടി വരും. പിന്നെ അതേമാതിരി ബിസിനസ്സുപരമായിട്ട് മഴ പെയ്താൽ ആൾക്കാർ കുറയും, മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ആൾക്കാർ അങ്ങനെ ഉണ്ട്. പിന്നെ കുറേ നഷ്ടങ്ങളുണ്ട്. മെയിനായിട്ട് കൊതുക് ശല്യം, വെള്ളം കെട്ടിക്കുന്നവർക്ക് കൊതുക് ശല്യം. ഇവിടെ ഹെൽത്തിൻ്റെ ആൾക്കാർ വരും, ഓരോ ഷോപ്പ് AC-ൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ട് വരുന്നുണ്ട്. പക്ഷേ എൻട്രൻസിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഹെൽത്തോ അങ്ങനത്തെ ആരും ശ്രദ്ധിക്കണമില്ല. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഓവിച്ചാൽ ഫുള്ള് അടഞ്ഞു കിടക്കുക. അത് നമ്മൾ തന്നെ സ്വന്തം മുമ്പിലായിട്ട് നമ്മൾ തന്നെ ഹോൾസ് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് വെക്കുക. ഓരോ ഷോപ്പുകാരതിന് മുമ്പ് തന്നെ വൃത്തിയാക്കിക്കൊണ്ട് ഇവിടെ വെള്ളം കെട്ടിക്കാതെ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇതുവഴി പോയ വാഹനങ്ങളും കാൽനട യാത്രക്കാരും എല്ലാം അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാനാകില്ല. നഗരത്തിന്റെ ഹൃദയഭാഗം വർഷങ്ങളായി ഇങ്ങനെ വെള്ളക്കെട്ടിൽ നിന്ന് മോചനമില്ലാതെ പോകുന്നത് അതിദയനീയമെന്നാണ് ഏവരുടെയും പരാതി. സാഹിത്യ നഗരം, അഴക് നഗരം എന്നൊക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾക്കപ്പുറം ഒരു മഴ പെയ്താൽ ഈ നഗരത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ്. വർഷങ്ങളായി ഈ വെള്ളക്കെട്ടിൽ നിന്നും കോഴിക്കോട്ടുകാർക്ക് മോചനം കിട്ടിയിട്ട്. ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.